നമ്മുടെ ഇന്നത്തെ യാത്ര കാസർഗോഡിൻ്റെ സ്വന്തം കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ റാണിപുരത്തേക്കാണ്. റാണിപുരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രൂപ്പിൽ. ഒരിക്കൽ കൂടി ഞങ്ങളെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഈ ഇർഷ വന്നു, ആദ്യം റസവും വന്നു. അപ്പീസ് മാഷ് ഇങ്ങനെ നോക്കുകയാണ് പക്ഷെ മാഷ് വരുന്നില്ല. അതുപോലെ തന്നെ കാച്ചും ഉണ്ട്, യാച്ചും ഉണ്ട്. ഇവരാരും വരുന്നില്ല. ഉനമല്ല വന്നു, പക്ഷെ ഉനം വരുന്നില്ല. ഇബ്രാഹിം ഞാൻ താടി വെച്ചിരിക്കുകയാണ്, പക്ഷെ ഇബ്രാഹിം വരുന്നില്ല. അപ്പോൾ രാജണ്ണ പറഞ്ഞു ഇവരൊന്നും പോകില്ല, അന്നേ ഇവരെ കൂട്ടിയിരുന്ന കാര്യമില്ല എന്നാണ് രാജണ്ണ പറയുന്നത്. സ്ഥിരം ഡയലോഗ്. അപ്പോൾ നമ്മൾ സെമീറമല്ല വന്ന് ഉറക്കടിച്ചിട്ട്. അപ്പോൾ ഇർഷാവും ഞാനും റസാവും സെമീറാണ് യാത്ര. പബ്ബിലേക്ക് പോയി പെട്രോൾ അടിച്ചുകൊണ്ട് നമ്മളെ യാത്ര തുടരുന്നു. ഇന്നത്തെ യാത്ര റാണിപുരത്തേക്കാണ്. റാണിപുരത്തേക്കുള്ള നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നു. ബോയിക്കാലത്ത് നമുക്ക് തെറ്റണം. ആദ്യത്തെ ബോയിക്കാൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മനോഹരമായ കാടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്പോട്ട് നമുക്ക് കിട്ടിയത്. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടി കാട്ടിനിടയിൽ. അവിടെ റസാൻ കൂട്ടുകാരൊക്കെ ഫോട്ടോ എടുക്കാൻ ഇറക്കി. നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1 മണിയുടെ അടുത്തായി. എല്ലാവർക്കും ഭക്ഷിക്കണം എന്ന് തോന്നി. അപ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ കയറി. അടുത്തുള്ളൊരു ഹോട്ടലിൽ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. ചായക്കടത്തുള്ളൊരു ഹോട്ടലിൽ പോയി. ഭയങ്കര പൈസയാണ് കേട്ടോ. ഹോട്ടൽ ഈ ഭാഗത്തൊക്കെ ഭയങ്കര പൈസ. പക്ഷേ നല്ലൊരു കഞ്ഞി, നാടൻ കഞ്ഞിയും മോരും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ലൊരു ഭക്ഷണം നല്ല രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ അതും ഭക്ഷണം കഴിച്ച് നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ തുടരുകയാണ്. നമ്മുടെ യാത്ര തുടർന്ന് നമ്മൾ റാണിപുരത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട്. അതും ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ റാണിപുരത്തിൻ്റെ മനോഹാരിതയിലേക്ക് കടന്ന് ചെല്ലുകയാണ്. She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane. But something അവിടെ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. ഞങ്ങളൊരിതും സാധനമൊക്കെ വാങ്ങി, മയക്കോട്ട വാങ്ങി, ടിക്കറ്റൊക്കെ സെറ്റാക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മളെ നമ്മുടെ റാണിപുരത്തിൻ്റെ ഫ്രണ്ട് വേർഷൻ. ഓക്കെ, നമ്മൾ മെല്ലെ പതുക്കെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇവിടെ മനോഹരമായ കാടുകൾ നമ്മളെ നോക്കി വിളിക്കുന്നു. നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി അവിടെ ടിക്കറ്റ് എടുക്കുകയാണ്. 6 രൂപയാണ് ചാർജ് അഡൾട്ട്. അപ്പോൾ അതും ടിക്കറ്റും വാങ്ങി നമ്മൾ തിരിച്ചു എൻട്രൻസിലേക്ക് പോകുന്നു. ടിക്കറ്റ് എടുത്തത് ടിക്കറ്റാണ് കാണിക്കുന്നത്. ശേഷം ഞങ്ങൾ മെല്ലെ പതുക്കെ നമ്മൾ 2500 അതായത് 2.5 കിലോമീറ്ററാണ് അങ്ങോട്ട് പോകേണ്ടത്. നമ്മൾ യാത്ര തുടരുകയാണ്. ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. മനോഹരമായ കാടുകളിലൂടെ വലിയൊരു വനത്തിലൂടെയാണ് യാത്ര. മുകളിൽ ടോപ്പിലെത്തണം. ഏകദേശം 2 കിലോമീറ്റർ 2.5 കിലോമീറ്ററാണ് നടക്കേണ്ടത് ദൂരം. 2.5 കിലോമീറ്ററാണ് ഏകദേശം നടക്കാനുള്ള ദൂരം നമുക്ക് ഉള്ളത്. 2.5 അങ്ങോട്ട് 2.5 ഇങ്ങോട്ടാണ്. അപ്പോൾ മനോഹരമായ ഒരു മഞ്ഞും അതുപോലെ തന്നെ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലൊരു വൈബ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയും മഞ്ഞ് വൈബ് ഫോഗൊക്കെ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് ഇന്ന് ഒരുപാട് സഞ്ചാരികൾ, കുറച്ചൊന്നുമില്ല, ഒരുപാട് സഞ്ചാരികൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചങ്ങായിമാരൊക്കെ നല്ല വൈബ് എടുക്കുന്നുണ്ട്.
താമസിച്ചുള്ളതുകൊണ്ട് മഴക്കാലം സ്റ്റാർട്ട് ആയതുകൊണ്ട് അതിൻ്റെ പരിസരപ്രദേശം കാണാൻ പറ്റുന്നില്ല. ഏതായാലും ഇവിടെ എത്തിച്ചേർന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലം കൂടി എത്തേണ്ടതുണ്ട്. ഇവിടെയാണ് ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ. പിന്നെ നമ്മുടെ അട്ട കടിച്ചൊരു ചോരയാണ് കാണുന്നത്. അപ്പോൾ അട്ട നിർബന്ധമാണ് കടിക്കൽ. നമ്മുടെ ചങ്ങായിൻ്റെ കാല്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് റാണിപുരം. മിനി ഊട്ടി എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ 2 വഴികളുണ്ട്. ഒന്ന് പൊയിനാച്ചി വഴിയും അതേപോലെ തന്നെ കാസർഗോഡ് ചെർക്കള ബോയിക്കാനം വഴിയും ഉണ്ട്. KSRTC സൗകര്യമുണ്ട്. രാവിലെയും വൈകുന്നേരം KSRTC സൗകര്യമുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലക്കാർക്ക് ഏകദേശം ഈ ഒരു സ്ഥലം അറിയുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാതെ. ഏകദേശം നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശാലമായ ഈ ഒരു സ്ഥലത്തേക്ക് എല്ലാവരും ഞങ്ങൾ കാസർഗോഡ് നിന്ന് പുറത്തുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും മൊത്തം എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കൂട്ടുകാരോടൊപ്പം റാണിപുരം സഞ്ചരിച്ച ചെറിയ ചില കാര്യങ്ങളാണ് റാണിപുരത്തെക്കുറിച്ച് പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ ദിവസം മനോഹരമാക്കിയ എല്ലാ ചങ്ങായിമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നന്ദി.